സീതാറാം യെച്ചൂരി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വ നിരയിൽ പ്രവർത്തിച്ച പ്രഗത്ഭനായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. CPIM-ന്റെ അഖില ഇന്ത്യ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമല്ല സ്വീകാര്യതയുള്ള നേതാവ്, മറിച്ച് ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളുടെ ഐക്യത കെട്ടിപ്പടുക്കുവാൻ വേണ്ടി വളരെ പരിശ്രമിച്ച, വളരെ നേതൃത്വ പങ്കുവഹിച്ച ഒരു സഖാവാണ് ശ്രീ സീതാറാം യെച്ചൂരി. അദ്ദേഹം മികച്ച പാർലമെന്റേറിയനായിരുന്നു. അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്ന കാലയളവിൽ രാജ്യസഭയിൽ അദ്ദേഹം നടത്തിയുള്ള പ്രസംഗങ്ങളെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട പ്രസംഗങ്ങളാണ്. മാത്രമല്ല അദ്ദേഹം രാജ്യസഭയിൽ പ്രസംഗിക്കുമെന്ന് അറിഞ്ഞാൽ സഭയിൽ എല്ലാ നേതാക്കന്മാരും സഭയ്ക്കകത്തുണ്ടാവും. കാരണം അത്രയ്ക്ക് ഉൾക്കാമ്പുള്ള പ്രസംഗമാണ് അദ്ദേഹം നടത്തുന്നത്. അത്രയ്ക്ക് രാഷ്ട്രീയമായി വളരെ ഗൗരവമുള്ള പ്രസംഗമാണ് നടത്തുന്നത്. ആ പ്രസംഗം തീർച്ചയായും എല്ലാവരെയും ആകർഷിക്കപ്പെടുന്ന പ്രസംഗമാണ്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച പ്രാസംഗിക എന്ന നിലയിലും മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിലും സീതാറാം യെച്ചൂരി മാത്രമല്ല ഡൽഹിയിൽ നടക്കുന്ന പലതരത്തിലുള്ള സെമിനാറുകളിലും സിമ്പോസിയങ്ങളിലും ചർച്ചകളിലും ഒക്കെ തന്നെ സീതാറാം യെച്ചൂരിയെ ക്ഷണിക്കപ്പെടുന്ന ഒരു ദേശീയ നേതാവാണ്. കാരണം അദ്ദേഹത്തിന്റെ പ്രസംഗം അത്രയ്ക്ക് ഗൗരവ തരത്തിലുള്ളതായതുകൊണ്ടാണ് അദ്ദേഹത്തെ മറ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. അത് ഡൽഹിയിൽ അദ്ദേഹം നിറഞ്ഞ സാന്നിധ്യമായിരുന്നു. വിവിധങ്ങളായ പരിപാടി അദ്ദേഹം നിറഞ്ഞ സാന്നിധ്യം. ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ അല്ലെങ്കിൽ SFIയിലൂടെയും മറ്റ് വിവിധ പ്രസ്ഥാനത്തിലൂടെയും ദേശീയ രാഷ്ട്രീയത്തിൽ വന്ന് CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായും CPM-ന്റെ അതിന്റെ ജനറൽ സെക്രട്ടറിയായി മാറിയ ശ്രീ സീതാറാം യെച്ചൂരി വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരായുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിന് ശക്തമായ പോരാട്ടം നേതൃത്വം നൽകിയ ഒരു മികച്ച കമ്മ്യൂണിസ്റ്റുകാരനും മികച്ച പാർലമെന്റേറിയനും മികച്ച പ്രഭാഷകനും സംഘാടകനുമാണ് ശ്രീ സീതാറാം യെച്ചൂരി എന്ന് ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു. അദ്ദേഹത്തിന്റെ പെട്ടെന്നുണ്ടായ